ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന ആദ്യത്തെ 5 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ ഒരു മഹാത്ഭുതങ്ങളും ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 5 പേര് തന്നെ ആയിരിക്കും ഗ്രാൻഡ് ഫിനാലയിൽ ഉൾപ്പെടാൻ പോകുന്നത്. ഞാൻ മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യം ഏറ്റവും അവസാനം പറയാം. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോളുകളും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്നത് പോലെ പോളുകൾ ചെയ്യുമ്പോഴും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലും ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ടുള്ള 5 കണ്ടസ്റ്റൻസിനെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 5ാമത്തെ പേരാണ് സിജോ ജോൺ. ആദ്യ നാളുകളിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ. അതിനുശേഷം റോക്കിൽ നിന്നുള്ള ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന് ശേഷം സിജോ ഒരു ഓപ്പറേഷന് വിധേയനായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു മനോധൈര്യം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വീണ്ടും എത്താനായിട്ട് സിജോന് സാധിച്ചത്. പക്ഷേ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ സിജോ ഒരു കാട്ടുതീയായിട്ടാണ് ഞാൻ വന്നത്, അതിവിടെ കത്തിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അത് ഈ ഒരു സമയം വരെയും സിജോന് അത്തരത്തിലൊരു ഗെയിം ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തൊക്കെയായാലും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും, സിജോന്റെ ഗെയിം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ ഒരാൾ നേരെ നിന്ന് പറഞ്ഞു തോപ്പിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ അതും കണ്ടു. സിജോ അടിപൊളിയായിട്ട് സംസാരിച്ചു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ എത്തുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റ് സിജോ ആയിരിക്കും, അത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ പേരാണ് അർജുൻ. അർജുൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അർജുൻ്റെതായിട്ടുള്ള കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വളരെ സൈലന്റ് ആയിട്ട് വളരെ മെച്യൂർഡ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. എന്തൊക്കെയാണെങ്കിലും അർജുൻ്റെ ഈ ഒരു ഫാൻ ബേസ് മെയിനായിട്ട് വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ ആ ഒരു ചിരിയും അതുപോലെ തന്നെ ആ ഒരു ഹൈറ്റ് ഒക്കെ കണ്ട് ഒരുപാട് പേര് അർജുൻ്റെ ആ ഒരു ലുക്കിന് വേണ്ടി വോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അർജുൻ്റെ ഗെയിം നല്ല രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും അർജുനുണ്ട്. വളരെ എന്റർടൈനിങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതിലുപരി സൈലന്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് ഈ സമയത്ത് അർജുന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ വരുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റ് അർജുൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേരാണ് അഭിഷേക് ശ്രീകുമാർ. അഭിഷേക് ശ്രീകുമാർ ഈ പറയുന്ന പോലെ ഒരു വൈൽഡ് കാർഡ് ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ആദ്യ നാളുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ് അഭിഷേക് ശ്രീകുമാർ ഉണ്ടാക്കിയത്. പക്ഷെ മുന്നോട്ട് വരുമ്പോൾ തനിക്ക് നേരെ വരുന്ന അമ്പുകളെ മാത്രം എതിർക്കുന്ന ഒരു വ്യക്തിയായി മാറിയപ്പോൾ ആ ഒരു ജനങ്ങളുടെ പിന്തുണ കുറച്ചേച്ചെ താന്നു വന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാനും ടാസ്കുകളിലും ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഗംഭീരമായിട്ട് പങ്കെടുക്കാനും അഭിഷേക് ശ്രീകുമാറിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യ നാളുകളിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ജനപിന്തുണ ഇപ്പോഴും അഭിഷേകിനുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ 3ാമത്തെ സ്ഥാനം നമ്മൾ അഭിഷേകിന് കൊടുക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിലൊരു പേര് അഭിഷേക് ശ്രീകുമാർ എന്നുള്ളത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ 2ാമത്തെ പേരാണ് ജാസ്മിൻ ജാഫർ. നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ ഒരു സമയത്ത് TRP റേറ്റിംഗ് എടുത്ത് നോക്കുമ്പോൾ ഈ കഴിഞ്ഞു പോയ 6 സീസണുകളിലും ഏറ്റവും അധികം TRP റേറ്റിംഗ് കിട്ടിയ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6. അതിൽ വലിയൊരു പങ്ക് വഹിച്ച കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ ജാഫർ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാനം ജാസ്മിൻ അർഹിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുമുള്ള ജാസ്മിൻ ജാഫർ എന്തൊക്കെയാണെങ്കിലും ഗ്രാൻഡ് ഫിനാലിയിൽ ടോപ്പ് 2ൽ നമ്മൾ ഇടം കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫിനാലിയിൽ ഉണ്ടാവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ തന്നെയാണ് ജാസ്മിൻ ജാഫർ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. നമുക്കറിയാം ആദ്യ നാളുകളിൽ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കിയ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളിൽ അവരിടുന്ന വസ്ത്രങ്ങളിലൊക്കെ അമിതമായിട്ട് ഇടപെടുന്ന ജിൻഡോയെ ആദ്യ നാളുകളിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടാതിരുന്നു. പിന്നീട് ജിൻഡോ ബിഗ് ബോസിന്റെ ഗെയിമുകളെ നല്ല രീതിയിൽ കളിക്കാനും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്ന തന്റെ രീതി നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിക്കൊണ്ട് വന്നു. അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനും അതിൽ ജിൻഡോന് വിജയിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ലൂപ്പ് ഹോളുകളും ബിഗ് ബോസിൽ കണ്ടുപിടിച്ച് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. അതിലൂടെ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് ഈ സമയത്ത് ജിൻഡോന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ നോക്കുകയാണെങ്കിൽ
ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ വളരെ മാന്യമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. മറ്റുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത് പോലെ മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഈ ഒരു സമയത്ത് ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ തൻ്റെ ഒപ്പം പങ്കെടുക്കുന്ന സഹ താരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനകത്ത് ഇടപെടാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതുമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജിൻഡോ. പക്ഷെ ആ കാര്യത്തിലും ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, അവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനും അവർക്കൊക്കെ എതിരെ ഗെയിം കളിച്ച് കോണ്ടന്റുകൾ ഉണ്ടാക്കാനും ഒരു മടിയും ഇന്നേ വരെയും കാണിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും അർഹിക്കുന്ന ഒരു വിജയം കിട്ടേണ്ട ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആവാൻ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് 5 ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ശ്രീധുവിനും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. നമുക്കറിയാം തമിഴ്നാടാണ് ഈ പറയുന്ന ശ്രീധുവിന്റെ സ്വദേശം. അപ്പോൾ ബിഗ് ബോസ് തമിഴ്നാട്ടിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് വോട്ടും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ഒരു കണ്ടസ്റ്റന്റ്, അതായത് സീരിയലിലും സിനിമയിലും ഷോകളിലൊക്കെ റെഗുലറായിട്ട് അഭിനയിച്ച് അത്യാവശ്യത്തിന് ഫെയിമിൽ നിൽക്കുന്ന ശ്രീധുവിന് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് 5 ലിസ്റ്റിലേക്ക് അർജുനെയോ സിജോയെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ശ്രീധു വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമ്മളൊരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇത് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ ഇത് പറഞ്ഞിട്ട് ശ്രീധു ബിഗ് ബോസ് ഹൗസിന്റെ ഈ പറയുന്നത് പോലെ ഗ്രാൻഡ് ഫിനാലയിൽ ഉറപ്പായിട്ടും ഉണ്ടാകും ഉള്ള രീതിയിലല്ല ഞാൻ സംസാരിച്ചത്. ഇത്തരത്തിലുള്ള കാര്യം നടക്കാറുണ്ട്. ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പല ഭാഷകളിലും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മഹാത്ഭുതങ്ങളും സംഭവിച്ചില്ല എങ്കിൽ ഇത് തന്നെ ആയിരിക്കും ടോപ്പ് 5 ലിസ്റ്റ് എന്ന്. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അൻസിബ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പോവേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല. സിജോയിൻ്റെയോ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഭിഷേകിൻ്റെയോ അർജുൻ്റെയോ സ്ഥാനത്ത് ടോപ്പ് 5 ലിസ്റ്റിൽ ഇടം പിടിക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അൻസിബ. പിന്നീട് എന്തോ ഒരു കാരണം കൊണ്ടാണ് അൻസിബ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയത്. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ പുറത്തു പോയതെന്നുള്ള കാര്യം എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും അൻസിബയുടെ ചിത്രം കാണുമ്പോൾ അൻസിബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന ആളുകൾ ഹോട്ട്സ്റ്റാറിൽ അൻസിബക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യത്തെ കാണുന്നത്. അതിലുപരി അൻസിബക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്താലേ ബിഗ് ബോസ് അത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോ ഒരിക്കലും വോട്ടിങ്ങിൽ കള്ളത്തരം കാണിക്കില്ല. വേണമെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെ സേവ് ചെയ്യാനായിട്ട് എവിക്ഷൻസ് മാറ്റിവെക്കാം. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന ഒരു റിയാലിറ്റി ഷോ എൻ്റെ മോള് അതുപോലെ തന്നെ ഏഷ്യാനെറ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ഷോ കേരളത്തിൽ വന്നതുകൊണ്ട് ഇമാതിരി പരിപാടി കാണിക്കില്ല. വോട്ടിങ്ങിൽ ഒരു മിസ്റ്റേക്കും വരത്തില്ല, അങ്ങനെ ഒരിക്കലും വരില്ല. ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിൽ അൻസിബക്ക് കിട്ടേണ്ട ആ ഒരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് അൻസിബ പുറത്തു പോയത്. അതാണ് ഞാൻ മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഹോട്ട്സ്റ്റാറിൽ ചെന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് സൈറ്റുകളിലോ അവരുടെ ചിത്രം കാണുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അവർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം, വിജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്ന് അവരുടെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോളുകളുടെയും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ എടുത്തിട്ടാണ് ഈ പറയുന്ന ടോപ്പ് 5 ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരിക്കലും ടോപ്പ് 5 ലിസ്റ്റ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് നമുക്ക് അയച്ചു തരില്ല, അതിനൊക്കെ ഇനിയും സമയം കിടക്കുന്നു. അപ്പം എന്തൊക്കെയായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മഹാത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്ന 5 കണ്ടസ്റ്റൻസ് ഇവർ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്